ചേട്ടന് നിൽക്കും, ഞങ്ങളെ എടുത്തിട്ട് എന്ത് തോന്നിക്ക? ഇതിനും എന്റെ പൊന്നു മോളെ ഇതിന് ഒന്നും പറയാ. കാര്യം ഇത് ഈ കുപ്പിയേറ് പോലൊക്കെ കണ്ടിട്ടുണ്ട്. അതെ, ഇത് കണ്ട വായിന്നൊക്കെ 5 ഒക്കെ അത് തന്നെയല്ലേ എല്ലാത്തിനകത്തും വെറൈറ്റിയാ. സൂപ്പർ അല്ലായിരുന്നു. എന്നോട് ഇനി ഇതിനെ കുറിച്ച് ഒന്നും ചോദിക്കണ്ട, അടിപൊളിയായിട്ടുണ്ട്. സത്യം ഞാൻ പറയാം. യെസ് ബബ്ലു ചേട്ടാ. ബ്രദർ പൊളിച്ചടുക്കി കളക്ക്. താങ്ക് യു സാർ. ശരിക്കും മലയാളിയാണോ? അതെ അതെ മലയാളിയാ. ഞാൻ ആദ്യം സർക്കസിലായിരുന്നു. ഇപ്പോൾ ഒരു 6-7 വർഷമായിട്ട് മാജിക് പ്ലാനറ്റിലെ മുതുകാട് സാറിന്റെ ശ്രീ മുതുകാട്. ഓക്കെ. ഗോപിനാഥ് മുതുകാട് സാറിന്റെ അവിടെ മാജിക് പ്ലാനറ്റിലെ ജോലി. ഇപ്പൊ ചെയ്ത ഓരോ നമ്പറും ഒന്നിനൊന്നിനും മെച്ചായിരുന്നു. താങ്ക് യു. അതിൽ ആദ്യം നമ്മൾ വിചാരിക്കും ഇത് തന്നെ ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഒന്ന് ഷോക്കായി. നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ 500ന്റെ ഒരു ഗ്രാഫ് ഉണ്ട്, അതുപോലെ തന്നെയാണ് അങ്ങയുടെ പെർഫോമൻസിന് ഒരു ഗ്രാഫ് ഉണ്ട്. താങ്ക് യു സാർ. നമ്മുടെ ഒക്കെ ഒരു ആഗ്രഹം എന്താണെന്നറിയാം, ഇതൊക്കെ വേൾഡ് കപ്പ് നടക്കുന്ന സമയല്ലേ, ആ സ്റ്റേഡിയത്തിൽ ഇത് പ്രസന്റ് ചെയ്യണം. ആക്ച്വലി സാർ ഞാൻ ഇപ്പോൾ ഗിന്നീസ് വേൾഡ് ഓഫ് റെക്കോർഡിലേക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബിയർ ബോട്ടിൽസ് ഇപ്പോൾ ഇന്ത്യയിൽ ഏഷ്യയിൽ 3 ബോട്ടിൽസ് ഇപ്പോൾ ചാടുന്നുള്ളൂ, അതിൻ്റെ മുകളിൽ ആരും പോയില്ല. പക്ഷെ ഞാൻ 5ന്റെ ട്രൈ ചെയ്യുന്നു, അത് ഒരു 3/4 ഭാഗം ഓക്കെ ആയിട്ടുണ്ട്. വെരി ഗുഡ്. ആ ചാനലിനോട് പറയാൻ ഇച്ചിരി കൊടുക്കോ പ്ലീസ്. ഞാൻ എന്തെങ്കിലും ഞാൻ ഒന്ന് പറയട്ടെ. ഇതിന്റെ മുകളിൽ പറയും പറ്റെങ്കിൽ ഇതിന്റെ മേളിൽ പറ. ചാലഞ്ച് ഗ്രാഫ് നോക്കട്ടെ. രതീഷേ താങ്ക് യു. ഗംഭീരായിരുന്നു രതീഷേ. കാര്യം നമ്മൾ ഈ പറഞ്ഞതുപോലെ ആദ്യം ഒന്ന് കണ്ടപ്പം കുഴപ്പമില്ല, അടുത്ത് വന്നപ്പം ഇത് കൊള്ളാലോ, അടുത്ത് വന്നപ്പോ ഇതെന്താ ഇയാള്, അതിനടുത്ത് വന്നപ്പോ ഗംഭീരം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പെർഫോമൻസ് ഉള്ള അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു രതീഷിന്റെ. എന്തുകൊണ്ട് നമ്മുടെ 500ാമത്തെ എപ്പിസോഡിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ് രതീഷ് എന്ന കാര്യത്തിൽ യാതൊരു സംശയം. ഒരുപാട് സന്തോഷം. എല്ലാ റെക്കോർഡ്സും കീഴടക്കാൻ പറ്റട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ, ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പൊ എങ്കിൽ ഈ ഒരു സ്റ്റാറിന് നമുക്ക് എന്തായാലും നമ്മുടെ സൈഡിൽ നിന്ന് ഒരു റേറ്റിംഗ് സ്റ്റാർ കൊടുത്തേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് മാസ്റ്റേഴ്സിന് ഡിസ്കസ് ചെയ്ത് ഡിസൈഡ് ചെയ്ത് എത്ര സ്റ്റാർസ് ആണെന്നുള്ളത് പറയാം. അപ്പം ആ സ്റ്റാർസ് എത്രയാണെന്നുള്ളത് നമ്മുടെ മാസ്റ്റേഴ്സ് പറയേണ്ടതാണ്. ജാഫർ ബായിക്ക് മനസ്സിലായിട്ടുണ്ട്, അത് അനൗൺസ് ചെയ്യുന്നത് അദ്ദേഹം തന്നെയാണ്. Come on, bye. Yes. Yes. ജാഫർക്ക. 1 2 3 ഫൈനലാണ്. 500ാമത്തെ എപ്പിസോഡില് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഏറ്റവും ടോപ്പസ്റ്റ് റേറ്റിംഗ് ആണ് 5 സ്റ്റാർ. ജാഫർക്ക come on. രതീഷ് ചേട്ടാ കൺഗ്രാജുലേഷൻസ്. കാരണം നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ 5 സ്റ്റാർ ആർട്ടിസ്റ്റ് എന്ന ലേബിളിലാണ് ഇനി രതീഷ് ചേട്ടൻ അറിയപ്പെടാൻ പോകുന്നത്. കൺഗ്രാജുലേഷൻസ്. തീർന്നിട്ടില്ല, നമ്മുടെ സ്വന്തം ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു അടിപൊളി ഷർട്ടും ഉണ്ട് ഇതോടൊപ്പം.